ലണ്ടനിലെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിന്റെ ആകാശം കുറച്ചുനേരം നിശബ്ദമായിരുന്നു. റഫറി തന്റെ അവസാന വിസിലും മുഴക്കിക്കഴിഞ്ഞപ്പോൾ, ആ ശബ്ദം കാറ്റിൽ കലർന്നപ്പോൾ ഒരു കഥയുടെ അവസാനവും പുതിയ തുടക്കവും കിട്ടിയ പോലെ തോന്നി. ബ്രസീൽ 2, സെനഗൽ 0. 5 മത്സരങ്ങളുടെ പടയൊച്ചയുമായി മുന്നേറിയിരുന്ന സെനഗലിന്റെ വീരയാത്രയ്ക്ക് ബ്രസീൽ ഇന്ന് നൽകിയൊരു ശാന്തമായ ഇടവേള. ബ്രസീൽ ഇന്ന് കളിച്ചൊരു കളി കണ്ടാൽ മനസ്സിലാവും, തിരിച്ചുവരവിന്റെ സംഗീതാവിഷ്കാരമായിരുന്നു അതെന്ന്. ആദ്യ പകുതിയിൽ 28-ാം മിനിറ്റിൽ കസമിറോയുടെ ദീർഘദൂര ദർശനത്തിൽ ഒരു പാസ് നൽകാൻ ശ്രമിച്ചത് തടഞ്ഞ നിയാക്കേറ്റയുടെ കാലിൽ തട്ടി വിറച്ചുമാറിയ പന്ത് ഒരു അത്ഭുത ബാലന്റെ പാതയിലേക്ക് വീണു. എസ്തവാവോ, അവൻ പന്തിനെയല്ല ഒരവസരത്തെയാണ് അവിടെ കണ്ടത്. സ്വപ്നം ഒരു ഷോട്ടാക്കി വളച്ച്, പന്ത് വായുവിൽ ഒരു വരയായി വളച്ച് ഗോൾ പോസ്റ്റിന്റെ കോണിലേക്ക് ചെരിച്ചു വിട്ട് ഒരു ചിത്രമാക്കി തീർത്തു. ബ്രസീൽ 1, സെനഗൽ 0. അവിടെ നിന്നൊരു 7 മിനിറ്റ്. 36-ാം മിനിറ്റിൽ റോഡ്രിഗോയുടെ ഫ്രീ കിക്ക്. കാറ്റിന്റെ ഭാഷയിൽ പറന്ന് കസമിറോയുടെ കാലിൽ തങ്ങിയ ആ പന്ത് കാസി വലതുകാൽ കൊണ്ട് മഴവില്ല് പോലൊരു ഷോട്ട്. ഫാർ പോസ്റ്റിന്റെ ആഴത്തിൽ ആ പന്ത് ചെന്ന് പറഞ്ഞു. ബ്രസീൽ 2, സെനഗൽ 0. ആദ്യ പകുതിയിലെ കാറും ഗോളും കഴിഞ്ഞ് 2-ാം പകുതിയിൽ മേഘങ്ങൾ പോലും ഉറങ്ങിയ പോലെ. ഗോളിലേക്കൊരു ഷോട്ടില്ല, വ്യാകുലതയില്ല, തിരക്കില്ല. പക്ഷേ ഫലം പറയുന്നത് വ്യക്തം. ഇന്ന് ബ്രസീലിന് വേണ്ടി ബ്രസീൽ വിജയിക്കേണ്ട ദിവസമായിരുന്നു. ഫുട്ബോൾ തുടരുന്നു. കഥകളൊന്നും ഇതുവരെയും അവസാനിച്ചിട്ടില്ല. തുടരും. വീണ്ടും കാണാം. ഗുഡ് ബൈ.